അജ്മൽ ദിറാറിലേക്ക് ഒന്ന് പോകണമെന്ന് തോന്നുന്നു. അജ്മൽ തിരുവനന്തപുരത്തുണ്ട്. തെക്കൻ കേരളത്തിലെ ആ ഒരു കാൽപന്തിന്റെ സ്പന്ദനവുമായി അജ്മൽ ചേരുകയാണ്. അജ്മൽ, ഗുഡ് ഈവനിങ്. ക്രിസ്tina, ഗുഡ് ഈവനിങ്. എന്താ അവിടെ അവസ്ഥ തെക്കൻ കേരളത്തിൽ? ഈ വേൾഡ് കപ്പ് മത്സരത്തില് തെക്കൻ കേരളത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിലാണ് അർജന്റീന ടീം കളിക്കാൻ ഇറങ്ങുന്നതെങ്കിലും നമ്മുടെ തെക്കൻ കേരളം വടക്കൻ കേരളം ഒന്നും ഇല്ലാതെ തോന്നുന്നു. അതായത് കേരളത്തിലെമ്പാടും അർജന്റീനൻ ആരാധകർ കളി തുടങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം ആഹ്ലാദാരവങ്ങളിൽ മുഴുകി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോ തിരുവനന്തപുരം PMGയിലെ ഈ ലോ കോളേജിന് മുന്നിലെ സ്ക്രീനിംഗ് വേദിയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടെ ഇപ്പോ വൈകിട്ട് തന്നെ ആഘോഷങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അർജന്റീന കളത്തിലിറങ്ങാൻ പോവാണ് കേട്ടോ. യഥാർത്ഥത്തില് അവസാനത്തെ മത്സരം ഫൈനൽ മത്സരത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താ ചേട്ടാ? ഇന്ന് നമ്മള് ഒരു ഗോളിന് തോറ്റ് നിന്നാലും തിരിച്ചടിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. അല്ല, ഈ ഇടയായിട്ട് അർജന്റീനയ്ക്ക് ഭയങ്കര ഫാൻസ് കൂടി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ അല്ലായിരുന്നു, നല്ല ഫാൻസ് അർജന്റീനയ്ക്ക് കൂടിയിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് ശരിയാണ് അർജന്റീന ജയിക്കുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കഴിഞ്ഞ മുമ്പുള്ള നോക്കൌട്ട് മത്സരങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാല് പല ടീമുകൾക്കെതിരെയും അവസാന ഘട്ടം അർജന്റീന കളിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത്. മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ ഇന്ന് അർജന്റീനയ്ക്ക് മറികടക്കാനാകുമെന്ന്. അല്ല, മെസ്സി ചേട്ടാ, അത് മെസ്സിയെ മാത്രം നോക്കി കളിച്ചത് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു. അതിനുശേഷം എല്ലാവരും സ്കോർ ചെയ്തു. ഏകദേശം 8 പേരാണ് അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തിരിക്കുന്നത് ഈ കളിയിൽ. ഈ വേൾഡ് കപ്പിൽ 8 പേര്. ഈ പറഞ്ഞതുപോലെ അർജന്റീനയുടെ ആരാധകർ മാത്രമല്ല കേട്ടോ, അർജന്റീനയെ സ്നേഹിക്കുന്നത് പോലെ സ്പെയിനെയും ബ്രസീലിനെയും പോർച്ചുഗലിനെയും ഒക്കെ സ്നേഹിക്കുന്ന ധാരാളം ആരാധകർ പലരും ഇന്ന് യഥാർത്ഥത്തിൽ അർജന്റീന തോൽക്കണം എന്ന് ആഗ്രഹിച്ച് ഇവിടെ എത്തി നിൽക്കുന്ന പലരും ഉണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ബ്രസീൽ ആരാധകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ കളി കഴിഞ്ഞ കളി വെച്ച് നോക്കുമ്പോൾ സ്പെയിന് നല്ല രീതിക്കാണ് കളിച്ചത്. നല്ല ബോള് നല്ല രീതിയിൽ കളിച്ചു. നല്ലവണ്ണം ഹോൾഡ് ചെയ്ത് കളിച്ചു. നല്ല പാസിംഗ് ഉണ്ടായിരുന്നു. അർജന്റീനയോട് വരുമ്പോഴത്തേക്കും ഏറ്റവും അവർക്ക് വെല്ലുവിളിയായിട്ട് വരുന്നത് ലയണൽ മെസ്സിയാണ്. ആ 39-കാരന്റെ മാന്ത്രികത എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് അവരെ മധ്യനിര നയിക്കാനായിട്ട് അവർക്ക് പെരഡസിനെയും മക്കാലിസ്റ്ററിനെയും എൻസോ ഫെർണാണ്ടസിനെയും പോലത്തെ ലോകോത്തര താരങ്ങളുണ്ട്. മുന്നിൽ സാക്ഷാൽ ലയണൽ മെസ്സി ഉണ്ട്. അതോടൊപ്പം തന്നെ ജൂലിയൻ അൽവാരസ് ഉണ്ട്. പല പ്ലേയേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. സ്പെയിന് പക്ഷേ ഊനൈ സിമോൺ എന്ന് പറഞ്ഞൊരു ഗോളിയുണ്ട്. കഴിഞ്ഞ 7 മത്സരമായിട്ട് ആകെ വഴങ്ങിയത് ഒരൊറ്റ ഗോളാണ്. അത് തന്നെയാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെ സ്പെയിനെ പിന്തുണയ്ക്കാൻ പണിയില്ലായിരുന്നു. ഡിഫൻസ് ആയിരുന്നു ഡിഫൻസ് ചെയ്ത് ഊനൈ സിമോന് ഗോളാണ്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്നെങ്ങാനും അർജന്റീന ജയിച്ചാൽ ബാക്കി ഇതര ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുറച്ച് ദിവസങ്ങളെന്നല്ല കേട്ടോ, കുറച്ച് വർഷങ്ങൾ ചെവിയാക്കാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചുള്ള അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഭയപ്പെടുന്നുണ്ട്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ അതങ്ങനെ എടുക്കാറുള്ളൂ. ഇതാണ് യഥാർത്ഥത്തില് അർജന്റീന ആരാധകർ വലിയ ആവേശത്തിലാണ്. പക്ഷേ അർജന്റീന ഇതര ആരാധകരും സ്പെയിനിന്റെ കളി നല്ലതാണ്, സ്പെയിന് ജയിക്കാൻ കഴിയുമെന്നൊരു ടീമുണ്ട്. ലമീന മാലിനെയും അതോടൊപ്പം തന്നെ ഡാനി ഓൾമോയൊക്കെ പോലത്തെ ഉറസബാലിനെ പോലത്തെ ലോകോത്തര താരങ്ങൾ അതിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷ വെക്കുമ്പോഴും അർജന്റീന മികച്ച ടീമാണ്. അർജന്റീന ജയിച്ചാൽ ജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അർജന്റീനയെ ഞങ്ങൾ അഭിനന്ദിക്കും എന്നുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള പ്രതികരണമാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത് ഈ വേദിയിൽ യഥാർത്ഥത്തിൽ റോഡ് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ ഇറങ്ങുന്ന ലയണൽ മെസ്സിക്ക് പൂർണ്ണ പിന്തുണയുമായി യഥാർത്ഥത്തിൽ 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന മത്സരത്തിൽ ഏറ്റവും മികച്ചൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.